ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് ഒരു കാഷ്വൽ ഡിസ്കഷൻ ആണ്, ബട്ട് ഇറ്റ്സ് എ യൂസ്ഫുൾ ഡിസ്കഷൻ. ദാറ്റ്സ് വൈ വി ആർ റെക്കോർഡിംഗ് ഇറ്റ് ആൻഡ് പ്ലാനിങ് ടു പോസ്റ്റ് ഇറ്റ് ഇൻ ദ യൂട്യൂബ്. സ്റ്റഡി ഓവർസീസ് ഇപ്പോൾ ഒരു വലിയൊരു ചലഞ്ചാണ്. ചൂസിങ് എ കൺട്രി, ചൂസിങ് എ പ്രോഗ്രാം, അതേപോലെ തന്നെ വർക്ക് വിസ. ഇപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വർക്ക് വിസ ഒരു പ്രൈമറി എലമെന്റ് ആണ്. എല്ലാവരും വർക്ക് വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആർക്കൊക്കെ വർക്ക് വിസയ്ക്ക് ശ്രമിക്കാം? സ്റ്റഡി ഓവർസീസ് ശ്രമിക്കുമ്പോൾ ഏതൊക്കെ കൺട്രികൾ ചൂസ് ചെയ്യണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു കാഷ്വൽ ഡിസ്കഷൻ ആണ്. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോ പ്രസന്റേഷൻ ആക്കിയത്. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ സർ. ഇപ്പൊ ആസ് എ സ്റ്റുഡന്റ്, ഇപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ തന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു കറക്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കുട്ടികൾക്ക് നമുക്കൊരു കറക്റ്റ് അവർക്ക് ചിലവർക്ക് പാഷനായിട്ട് പോകുന്നവരുണ്ടാവും, ചിലവര് ചുമ്മാ ഒരു സെറ്റിൽമെന്റിലൊക്കെ പോകുന്നവരുണ്ടാവും. അങ്ങനെ പല കുട്ടികളും നമ്മുടെ ഏരിയസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് ഒട്ടുമിക്ക കുട്ടികളും അങ്ങനെ വേണ്ടിയിട്ടാണ് ഓരോ കൺട്രീസും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് നമുക്കൊരു കറക്റ്റ് ഡെസ്റ്റിനേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കരിയർ, നമ്മൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ടും പേഴ്സ്യൂ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം. ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രൊഫഷൻ സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ വേണം. അതിന് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ വേണം. കാരണം ഇപ്പോൾ കുറെ കൺട്രികളിൽ വിസ വേണം, വിസ ഇന്റർവ്യൂ. എല്ലാ കൺട്രികളിലും വിസ വേണം, കുറെ കൺട്രികളിൽ വിസ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ വേണം, ഫസ്റ്റ് തിങ്. അത് ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ഒരാൾ ഇത് കഴിഞ്ഞ് പോയി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ചെന്ന് പോയിട്ട് കഴിഞ്ഞാൽ ആൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷനും അതേപോലെ പഠിക്കുന്ന കോഴ്സും പിന്നീടുള്ള ജോലി സാധ്യതകളും നമ്മൾ മാച്ച് ആവില്ല. നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബേസ് ക്വാളിഫിക്കേഷൻ തൊട്ട് നമ്മൾ ഇന്റർവ്യൂ എന്തായാലും ചോദിക്കും. എന്റെ നമുക്ക് കരിയർ സെറ്റിൽ ആവും. ഇത് രണ്ടും തമ്മിലൊരു ബന്ധം വേണം. പിന്നെ നമ്മൾ പഠിച്ചിറങ്ങുന്ന കൺട്രിയിൽ പഠിക്കുന്ന കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒട്ടും പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു കൺട്രി, വളരെ ചെറിയ ചെറിയ കുറെ ഐലൻഡ്സ് ഉണ്ട്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മാൾട്ട, അതേപോലെ മൗറീഷ്യസ്, അങ്ങനെയുള്ള കുഞ്ഞൻ ഐലൻഡുകളുണ്ട്. ഇതൊക്കെ പ്രൊഡക്ഷൻ വൈസ് വളരെ കുറവുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ വലിയ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ ടെക്നോളജി ബേസ്ഡ് പ്രോഗ്രാംസ്, അതിന് ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കാം. നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ കോഴ്സിന്റെ ഫീസും വിസയും മാത്രം ചൂസ് ചെയ്യാതെ അതിന്റെ ഫർദർ സ്കോപ്പ്, ഇനി ആ കൺട്രിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റേ ബാക്ക് എക്സ്പീരിയൻസ് വെച്ച് വേറെ കൺട്രിക്ക് പോകാൻ പറ്റുമെന്ന് നോക്കിയാലും മതി. പോകുന്നതിനേക്കാളും മുന്നേ ഒരു ജോലിയിൽ എത്തിപ്പെടണ വരെയുള്ള ഒരു റൂട്ട് മാപ്പ് നമ്മുടെ കയ്യിൽ വേണം. തമ്മിലൊരു ബന്ധം വേണം. ആ പഠിച്ചിറങ്ങുന്ന കോഴ്സ് വെച്ച് അവിടെ ജോലി കിട്ടണം. അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് ഒന്നല്ലെങ്കിൽ അവിടെ തന്നെ തുടരാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റണം. ഇങ്ങനെ ചൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമുക്ക് ഇതിന് ഇപ്പൊ നമ്മള് വേറൊരു ഇപ്പൊ ഒരാള് പഠിച്ചത് വേറെ കോഴ്സ് ആയിരിക്കാം, ഇപ്പൊ അവര് ചൂസ് ചെയ്യുന്നത് വേറെ കോഴ്സ് ആയിരിക്കാം. ഇനിയിപ്പോ ഇത് വരുമ്പോ വിസയ്ക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവോ? പ്രോബ്ലം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞപ്പോ രഞ്ജിത് എടുത്തെന്ന് ചോദിക്കാം. ഇപ്പൊ രഞ്ജിത്ത് ബികോം ഓടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ മാറ്റർ ഓഫ് എക്സിസ്റ്റൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം തന്നെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയറിലാണ് ജോലി സാധ്യതകളുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് പോകാൻ നോക്കുന്നത് കെയർ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് നോക്കും. കാരണം നഴ്സിംഗ് പോകണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണം, റിജക്ഷൻ സാധ്യതയുണ്ട്. അപ്പോ കെയർ ഹോം റിലേറ്റഡ് ആയിട്ട് നോക്കും. ബികോം പഠിച്ച് അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്ത ഒരാൾ കെയർ ഹോമിൽ പോകുമ്പോൾ അലൗ ചെയ്യാനാണെങ്കിൽ 1000 കാരണങ്ങളുണ്ട്. റിസൈൻ ഡ്യൂറിയുടെ ഒരു ഡിസിഷൻ ആണ് വിസ തരണോ വേണ്ടെന്നുള്ളത്. അത് കൺവിൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനോടുള്ള പാഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൺവിൻസ് ചെയ്യാൻ രഞ്ജിതയ്ക്ക് പറ്റിയ രഞ്ജിതയ്ക്ക് വിസ കിട്ടും. ബിക്കോസ് അതിനൊരു റീസൺ വേണം. ഇപ്പൊ കെയർ ഹോം എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോബും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർവീസ് ഓറിയന്റഡ് പ്രൊഫഷനാണ്. ആ സർവീസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇന്റർവ്യൂറെ കൺവിൻസ് ചെയ്യാൻ പറ്റുക, ഇൻസ്റ്റിറ്റ്യൂഷനെയും കൺവിൻസ് ചെയ്യാൻ പറ്റുക. തീർച്ചയായും ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ പേര് തെരഞ്ഞെടുപ്പിന്റെ ഹെൽത്ത് കെയർ ആയാലും ഞാൻ അതൊരു എക്സാമ്പിൾ പറഞ്ഞു.
നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിസ ഒരു പ്രശ്നമല്ല. വിസ ഇന്റർവ്യൂ ഇസ് പ്യൂർലി ഡിപ്പെൻഡിങ് ഓൺ ദ കാൻഡിഡേറ്റ് പെർഫോമൻസ്. ഇപ്പൊ ഹെൽത്ത് കെയറിൽ നിന്ന് തുടങ്ങും. എന്തുകൊണ്ടാണ് ഇത്രയും ഹെൽത്ത് കെയർ മാത്രം ശരിക്കും ഒരു ഫേമസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പിനെ ശരിക്കും ഏറ്റവും ഹെൽത്ത് കെയർ എന്തുകൊണ്ടാണ് ശരിക്കും അതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്? അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാത്രം എടുത്തിട്ടാണോ ശരിക്കും അവരെ പിള്ളേർ നിൽക്കുന്നത്? അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് വരും. കാരണം ചില പിള്ളേരോട് പറയും ഹെൽത്ത് കെയർ, ഇപ്പൊ നമുക്ക് പോണവരറിയാം നമ്മൾ ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ നേഴ്സ് ആയിട്ടാ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ നമുക്കറിയാം നഴ്സുമാർക്ക് ഏത് കൺട്രി ചെന്നാലും അവർക്ക് നല്ല രീതിക്ക് സെറ്റിൽ ആവാനുള്ള ഒരു രാജ്യം ഏതായാലും നമുക്ക് പറ്റുകയും ചെയ്യും. അപ്പൊ ഹെൽത്ത് കെയറിന് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് പുറം രാജ്യങ്ങൾ നൽകുന്നത്? ശരിക്കും ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ സ്കിൽഡ് വർക്ക് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഓക്യുപ്പൻസി ലിസ്റ്റിൽ വരുന്ന പ്രൈമറി കാറ്റഗറിയാണ് ഹെൽത്ത് ആൻഡ് കെയർ. ഒരു കൺട്രിക്കും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് ഏത് ജോലിക്ക് ആളില്ലെങ്കിലും നേഴ്സ്, ഹോസ്പിറ്റലിലെ നേഴ്സും ഡോക്ടറും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റാഫും വേണം. അത് നമുക്ക് ഒരാളെ വേറെ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇത് പഠിച്ച ഒരാൾ തന്നെ വേണം. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഇൻ എ കൺട്രി. അത് ഡൗൺ ആക്കിയിട്ടുള്ള ഒരു കാര്യം ഒരു കൺട്രി ഒരിക്കലും കോമ്പൻസേറ്റ് ചെയ്യുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ UK പോപ്പുലേഷൻ അനുസരിച്ചിട്ട് അവിടെ ഉള്ള ഒരു നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ അവിടെ ആവശ്യത്തിന് നഴ്സസ് ആയി. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന്, അതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഫിലിപ്പീൻസ് പോലുള്ള കൺട്രികളിൽ നിന്ന് നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന പോലെ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് UK എടുക്കാം. UK ഇപ്പൊ അവരതിനെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി ഭയങ്കരമായിട്ട്. പക്ഷെ മുന്നേ എന്ന് പറഞ്ഞാൽ നേഴ്സസ് പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം, നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IT മേഖലയിൽ അവിടുത്തെ ഒരാൾക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഒരു 8,000 പൗണ്ട് പെർ മന്ത് സാലറിയുടെ അടുത്ത് കണ്ടൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്, കുറഞ്ഞ സാലറി. അതിലും കൂടുതൽ കിട്ടുന്നവരുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെയിൽസ് ലെവലിൽ. അത് അവിടെ തന്നെ വിസ ഉള്ളവർക്കാണ് കിട്ടാൻ എളുപ്പം. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരാൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വിസ അടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവിടത്തെ ഉള്ളവർക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ് പ്രൊഫഷനേക്കാളും ബെറ്റർ സാലറി കിട്ടുന്ന വേറെ ജോലികളുണ്ട്. പിന്നെ അവര് കുറെ പേരെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെന്റ് ആണ്. ഈ പാർട്ട് ടൈം വർക്കിന് പോകുന്നു, കുറച്ചു കാലം വർക്ക് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ അത് നിർത്തി കുറച്ച് വെക്കേഷൻ ഒക്കെ പോകുന്നു. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നഴ്സിംഗ്. അപ്പൊ ഈ ലോക്കൽ സിറ്റിസൺസ്, അതായത് ഏത് നാട്ടിലാണെങ്കിൽ ആ രാജ്യക്കാരെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നതിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ പുറത്തുനിന്നുള്ളവർക്ക് ഇത്രയും ജോലി സാധ്യത കൂടുതൽ. പിന്നെ അത് WHO കണക്ക് പ്രകാരം 1000 പോപ്പുലേഷന് 3 നേഴ്സ് വേണം. ഈ ഒരു കണക്ക് എപ്പോഴും WHO നോക്കും. ഇതിന്റെ അണ്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിപ്പ വൈറസ് വന്നു. ഇത് ഒബ്വിയസ്ലി WHO സർവൈലൻസിൽ വരുന്ന കാര്യമാണ്. അവർക്ക് പോളിസീസ് ഉണ്ട്. അങ്ങനെ WHO കുറെ പോളിസി ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കോംപ്രമൈസ് ചെയ്യാത്തൊരു സാധനമാണ് ഹെൽത്ത് കെയർ. ഇനി ഇതേപോലെ വേറെ സാധനങ്ങളുണ്ട്. അത് പ്രൈമറി എപ്പോഴും ജോബ് സ്കോപ്പ് ഉള്ള എല്ലാ കൺട്രികളിലും ഉള്ളത് ഹെൽത്ത് കെയർ. ഓക്കെ ശരി. ഇനിയിപ്പോ നമുക്ക് വേറെ വരുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ മെയിൻലി നമ്മളൊരു രാജ്യത്തോട്ട് പോയി കഴിയുമ്പോൾ എല്ലാവരും നോക്കുന്നത് അവിടെ ജീവിക്കാനും. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മിക്ക സ്റ്റുഡൻസ് ആയാലും ഓൾമോസ്റ്റ് എല്ലാവരും അവരുടെ രാജ്യത്ത് പോയി സെറ്റിൽ ആവാനാണ് നോക്കുന്നത്. പണ്ട് നമുക്കൊരു ഇപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ നമുക്കത് ഏറ്റവും കുറച്ചും കൂടിയും ടഫായിരുന്നു. പക്ഷെ എന്നാലും അവര് സെറ്റിൽ ആവുകയും ചെയ്തു. 10 കൊല്ലം മുമ്പുള്ളവരൊക്കെ ഓൾറെഡി അവിടെ സെറ്റിലാണ്. ബിസിനസ്സിലായാലും അവരുടെ കരിയറിലായാലും എല്ലാം കൊണ്ട് സെറ്റിലാണ്. പക്ഷെ ഇപ്പൊ പോകുന്ന കുട്ടികൾക്ക് എങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു സെറ്റിൽ ആവണം, അല്ലെങ്കിൽ PR വേണ്ടി എങ്ങനെ ശ്രമിക്കണം എന്നും പല കുട്ടികൾക്കും അറിയില്ല. അപ്പൊ അവർക്ക് എങ്ങനെയാണ് അതൊരു പ്യുവർ ഗൈഡൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ PR കിട്ടുന്ന കൺട്രികള് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ PR കൊടുത്തിരുന്നത് കാനഡ, അതേപോലെ UK, പിന്നെ ഓസ്ട്രേലിയ. കാനഡ ഓൾമോസ്റ്റ് എന്താ പറയുന്നത് വറ്റി വരേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ PR കിട്ടണമെങ്കിൽ അത്രയും നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്ലൈമറ്റുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടണം. UK ആണെങ്കിൽ ഇതിന്റെ റെഗുലേഷൻസ് മാറ്റി ബൈ റൂൾ ആയി വരുന്നുള്ളൂ. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഡൺ വെരി സൂൺ. കാരണം ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് UK കാനഡയിലും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വേറെ റീസൺസും ഉണ്ട്. അതൊക്കെ ഈ കൾച്ചറൽ കോൺഫ്ലിക്ട് ഇവരാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്. യൂറോപ്യൻ കൺട്രീസ് PR കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ലോങ് ടേം വർക്ക് വിസാസ് ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ് അതാണെങ്കിലും പ്രശ്നമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേം വർക്ക് വിസ ആണെങ്കിലും PR ആണെങ്കിലും നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ശരിക്കും നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധം ഇപ്പൊ ഒരു കാലഘട്ടമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന കൺട്രി
UK, കാനഡ, ഓസ്ട്രേലിയ കുറച്ചുകൂടെ, ഓസ്ട്രേലിയ ഇപ്പോഴും നല്ലൊരു കൺട്രിയാണ്, പക്ഷെ ഫീസബിൾ അല്ല. ഇപ്പൊ ഓസ്ട്രേലിയക്ക് ഒരു സ്റ്റുഡന്റിന് ഓഫർ ലെറ്റർ കിട്ടുന്നതും PR-ലേക്കുള്ള ഫസ്റ്റ് പേപ്പർ കിട്ടുന്നതും ഒന്നാന്ന് പറയും. പക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഓസ്ട്രേലിയ കിട്ടാനായിട്ട്. കാനഡ ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ UK ലിമിറ്റേഷൻസ് ആയി, ബെനിഫിറ്റ്സ് കുറഞ്ഞു. നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ടത് ഒരുപാട് കാലങ്ങളായിട്ട് ട്രെൻഡ് ആയിട്ടുള്ള കൺട്രികൾ മാറ്റി പിടിച്ച് കുറച്ചുകൂടെ, അതായത് സ്റ്റുഡന്റ് ഡെസ്റ്റിനേഷനിലേക്ക് പുതുതായി വരുന്ന കൺട്രികൾ രണ്ട് ഗുണമുണ്ട്. പാർട്ട് ടൈം ജോബിന്റെ അവൈലബിലിറ്റി കൂടുതലുണ്ടാവും, ലോക്കൽ ലാംഗ്വേജ് അറിയണം. പരമാവധി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്ക് പോവാണ് നല്ലത്. അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികൾ പോകും. പ്യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആവേണ്ട ലോക്കൽ ലാംഗ്വേജ് ഉണ്ടായിക്കോട്ടെ. രണ്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ കൺട്രികൾ. പല പുതിയ കൺട്രികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷൻ, ലെസ് എക്സ്പെൻസീവ് പ്രോഗ്രാംസ്, ഫീസബിൾ ഓപ്ഷൻ. നമ്മളിപ്പോ ഒരു കാനഡ പ്രോസസ് ചെയ്യാൻ നമുക്ക് വരുന്ന ചെലവിന്റെ 1/4 ചെലവിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഒരു കൺട്രിക്ക് എത്തിപ്പെട്ടാൽ ആ വർക്ക് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് നല്ല പോയിന്റ്സ് ഗെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഇപ്പൊ PR എന്ന പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ് PR കൊടുക്കുന്നത്. നമുക്ക് PR-ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതായത് പല കൺട്രിയിലേക്കും PR ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യയിലത്തെ സാലറിയോ അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷനോ ലെവലോ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം ഇപ്പൊ തന്നെ PR എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് വെക്കുന്നതിനേക്കാളും എളുപ്പം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഫീസബിൾ ആയിട്ടുള്ള കൺട്രി, മെയിൻലി പാർട്ട് ടൈം ജോബിന് അവൈലബിലിറ്റി ഒക്കെ നോക്കുക. അതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ കുറെ കാലങ്ങളായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന കൺട്രികളാണ് UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി ഒക്കെ. ജർമ്മനിക്ക് ലോക്കൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇപ്പോഴും പോയാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ കുറെ കാലങ്ങളായിട്ട് ട്രെൻഡ് ആയി നിന്നിരുന്ന കൺട്രികൾ മാറ്റി പിടിച്ച് കുറച്ചുകൂടെ നല്ല പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് അപ്കമിങ് പ്രോഗ്രാം, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കുറെ പുതിയ സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഷെങ്കൻ കൺട്രീസ് എല്ലാതും അത്ര സേഫ് അല്ല, എങ്കിലും അതിൽ സേഫ്റ്റി നോക്കി നല്ല കൺട്രീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. ആദ്യമേ PR എന്നുള്ള ടാർഗറ്റ് മാറ്റി വെച്ച് കരിയർ സെറ്റിൽ ചെയ്യാൻ നോക്കാം. നമ്മൾ സ്റ്റേബിൾ ആയി, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു, നല്ലൊരു പ്രൊഫഷനായി, ക്വാളിഫിക്കേഷനായി, എക്സ്പീരിയൻസ് ആയി, നമുക്ക് കുറെ പോയിന്റ്സ് ആയി. പോയിന്റ്സ് ഞാൻ ഉദ്ദേശിച്ച PR-ന് വേണ്ട പോയിന്റ്സ് ആയി. കാലക്രമേണ ഒരു 5 to 10 years കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട കൺട്രിയിൽ പോയി സെറ്റിൽ ആവാം. സെറ്റിൽ ആവാൻ ഏറ്റവും നല്ലത് ഇപ്പോ യൂറോപ്യൻ യൂണിയനിലെ പല കൺട്രികളുണ്ട്, പക്ഷെ ഡയറക്റ്റ് സെറ്റിൽ ആവാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ ആദ്യം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കുക, അപ്പൊ തന്നെ പകുതി പ്രശ്നം തീർന്നു. ഇപ്പൊ നമുക്ക് സർ പറഞ്ഞ ഏതാണ് നമുക്ക് കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ടും അതേപോലെ കുറച്ചും കൂടി ഇപ്പൊ പിള്ളേർക്ക് ചോദിക്കുന്നതും എങ്ങനത്തെ? രണ്ട് രീതിയിൽ പറഞ്ഞു, രണ്ട് കൺട്രികളാണ് ഇപ്പൊ നമുക്ക് കുറച്ച് നല്ലൊരു സജഷൻ എനിക്ക് വരാനുള്ളത്. രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക്. ഒന്ന് ഇപ്പൊ SSLC +2 ഒക്കെ കഴിഞ്ഞ് എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഒക്കെ വന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. വർക്ക് വിസ ശ്രമിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ ശ്രമിക്കുന്നവരായിരിക്കാം. പക്ഷെ ഈ ഗ്യാപ്പ് വന്ന് വിസ റെഫ്യൂസൽ കിട്ടിയവരുണ്ടാവാം, ചിലപ്പോൾ വെച്ച വിസ റെഫ്യൂസ് ആവാൻ സാധ്യത ഉള്ളവരുണ്ടാവാം. അപ്പൊ +2 ക്വാളിഫിക്കേഷൻ വെച്ചൊരു 5-8 കൊല്ലത്തെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിസ റെഫ്യൂസൽ വരാൻ സാധ്യത. അപ്പൊ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൗറീഷ്യസ്. അത് ഹോസ്പിറ്റാലിറ്റി ടൂറിസം എടുത്ത് പോയി കഴിഞ്ഞാൽ ചെലവ് വളരെ കുറവാണ്. ഫീസ് ആഫ്റ്റർ വിസ പ്രോഗ്രാംസ് ഉണ്ട്, ഫീസബിൾ ആണ്, അത് മാത്രമല്ല പ്രാക്ടിക്കൽ ആണ്. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ അവരെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ബഡ്ജറ്റില് ഈ ചെറിയ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ എടുത്ത് അബ്രോഡ് പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കും. ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു വാല്യൂഡ് സർട്ടിഫിക്കേഷൻ വേണം, ഒരു UK ഗ്രേഡ് സർട്ടിഫിക്കേഷൻ വേണം, എന്നാൽ അത്രയും ബഡ്ജറ്റ് ഇല്ല. ഇപ്പൊ UK ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം ചെയ്ത് കഴിയുകയാണെങ്കിൽ 10-24 ലക്ഷം രൂപയുടെ അടുത്ത് ഏറ്റവും കുറഞ്ഞു വരും. ഇനിയിപ്പോ ഒരു മാസ്റ്റേഴ്സ് ആണെങ്കിൽ 10-15 ലക്ഷം രൂപ വരും. പിന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം, ഇപ്പൊ അവിടെ പോയാൽ ബെനിഫിറ്റ്സ് ഇല്ല. അപ്പൊ ഈ ഒരു കാറ്റഗറി നല്ല, അതായത് ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞു കണ്ടിന്യൂറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സിന് പോകുന്ന ഒരു കാൻഡിഡേറ്റ്, ജസ്റ്റ് കഴിഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ഒരു കാൻഡിഡേറ്റ് ആണ്. നല്ല ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പോൾ യുക്ലാൻ യൂണിവേഴ്സിറ്റി നമുക്ക് സൈപ്രസിലുണ്ട്. ഇത് വളരെ ചരിത്രപ്രധാനമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഫ്രം ദ ഒറിജിൻ ഓഫ് UK. അവരുടെ ക്യാമ്പസ് സൈപ്രസിലുണ്ട്. ഈ സൈപ്രസിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈപ്രസിന്റെ മൗറീഷ്യസിനും വിസ ഇഷ്യൂ ഇല്ല, 100% വിസ. സൈപ്രസ് ആണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ മെമ്പറാണ്. അപ്പോ സൈപ്രസിൽ യുക്ലാനിലെ ഡിഗ്രി മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രിയുടെ വാല്യൂ UK ഡിഗ്രി ആയിരിക്കും. എക്സ്പെൻസ് പകുതി വരും, ബെനിഫിറ്റ്സും ഉണ്ട്. പിന്നെ യൂറോപ്യൻ യൂണിയനിലാണെങ്കിലും നിലവിൽ ഇപ്പൊ ഷെങ്കൻ വിസ അല്ല, വിത്തിൻ 1 year, അതായത് 2 ഇൻടേക്കും കൂടെ കഴിഞ്ഞാൽ ഷെങ്കൻ വിസയാവും. ഷെങ്കൻ വിസ ആകുമ്പോൾ പിന്നെ VFS പ്രൊസീജിയറും വരും. ഇപ്പൊ അപ്ലൈ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
വിസ പ്രൊസീഡിങ്സ് ഇല്ല, PFS ഇല്ല, ഇന്റർവ്യൂ ഇല്ല. കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് എത്താൻ ഈസി വിസ പ്രോസസിങ്. അത് മാത്രമല്ല റിസ്ക് എലമെന്റ്സ് കുറവാണ്, വിസ ഫെയിലിയർ റിജക്ഷനും ഇല്ല. ഇനിയിപ്പോ ഒരു പ്രീവിയസ് റിജക്ഷൻ ഉള്ള കേസ് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് മൗറീഷ്യസ്, സൈപ്രസ് രണ്ട് കാറ്റഗറി ഉള്ളതിൽ ഫീസബിൾ ആണ്. അതായത് ലോ കോസ്റ്റ് പ്രോഗ്രാംസ് ആണെങ്കിലും കരിയറിലേക്ക് പ്രോഗ്രഷൻ കിട്ടും. ഇപ്പൊ യുക്ലാനിൽ ചെയ്യുന്ന ഒരു ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് PR നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ, കാനഡ നമുക്ക് ഭാവിയിൽ അപ്ലൈ. ഇപ്പോഴുള്ള ഇന്റേണൽ എക്സ്റ്റേണൽ അഫയേഴ്സ് നോക്കണ്ട, കുറച്ച് കഴിഞ്ഞ് ഈ കൺട്രികളിലൊക്കെ മാറും. ഇൻക്ലൂഡിങ് UK 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ഓപ്പൺ ആവും. അപ്പോഴേക്കും ഇവര് സെറ്റിൽ ആവും. ഇനി 5 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് UK പോവാന്ന് വെച്ചാൽ ഗ്യാപ്പ് വന്നു. അപ്പൊ അതിന് പകരം ഒരു 1 year ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ എവിടെയെങ്കിലും ഒന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. അപ്പോ സൈപ്രസ് നല്ല ക്വാളിഫിക്കേഷൻ, നല്ലൊരു ഗ്രേഡ് ഓഫ് എഡ്യൂക്കേഷൻ എടുത്ത് ഒരു ഫർദർ US-ലോ UK കാനഡയിലോ ഒക്കെ പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്കും, മൗറീഷ്യസ് ഞാൻ ഈ പറഞ്ഞ ഒരു ലോ ബഡ്ജറ്റിൽ എന്നാൽ വിദേശ രാജ്യത്ത് പോയി ഒന്ന് കരിയർ സെറ്റിൽ ആവണം, ഈ വർക്ക് വിസയുടെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും പറ്റിയ 2 കൺട്രികളാണ്. ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. മാൾട്ട ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആണ്. മാൾട്ട ഈ ഷെങ്കൻ വിസയുടെ കീഴിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ ചെറിയ വിസ റെഫ്യൂസലിന്റെ ചാൻസസ് ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ, പ്രോപ്പർ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു അവയർനെസ്, പഠിക്കുന്നതിനെ കുറിച്ചും എന്തിനാണ് പഠിക്കുന്നതിനെ കുറിച്ച് കഥ പറയാൻ കറക്റ്റ് ആയിട്ട് ജെന്യൂൻ റീസൺ ഉണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ പറയുമ്പോ നമുക്കിപ്പോ UK ആണെങ്കിലും ഇപ്പൊ 2-3 കൺട്രീസിലാണെങ്കിലും പയ്യെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അല്ലെങ്കിൽ അയർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുത്തോണ്ടിരുന്നത് തന്നെ. പക്ഷെ ഇങ്ങനെ യൂറോപ്പോ ഇതേപോലെ സൈപ്രസോ അതേപോലത്തുള്ള ചെറിയ കൺട്രീസുകളിലേക്കോ കുട്ടികൾക്കാണെങ്കിൽ അത്ര വലിയ നോളജുകൾ കാര്യങ്ങളില്ല. ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും യൂറോപ്പിനോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള കൺട്രീസിലോട്ട് പോകുമ്പോൾ അവരെന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ അവിടെ എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും അവർക്ക് അവിടെ ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? കൂടുതലും നമുക്കറിയാം, വന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ 2 മാസമൊക്കെ ഭയങ്കര സഫറിങ് ആയിരിക്കും. അപ്പൊ ഇവർക്ക് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതേപോലെ നമുക്ക് എന്തെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും ശരിക്കും? ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഫസ്റ്റ് പ്രൈമറി ചലഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ആ നാട്ടിൽ ചെന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാണ്, നമ്മൾ പ്യുവർലി ഇംഗ്ലീഷ് ഒരു 70% ആൾക്കാർക്കും അറിയില്ല. 30% ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. ബാക്കി 70% ആൾക്കാർക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു കൺട്രിയിൽ ഇപ്പൊ ഷെങ്കൻ കൺട്രികളിൽ എല്ലാ കൺട്രികളിലും ലോക്കൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ഉണ്ട്. കുറെ സ്ഥലത്ത് ജർമ്മനി വെച്ച് പിടിച്ചു നിൽക്കാം, പക്ഷെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലോക്കൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ഭയങ്കര ഹൈ ആണ്. ഈ ലോക്കൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക്, ഇംഗ്ലീഷ് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് വരുന്നൊരു ചലഞ്ച് പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ജോബ് ഇല്ല, അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വിസ, സ്കോളർഷിപ്പ്, ഡ്യൂറേഷൻ, എളുപ്പവഴികള് ഒക്കെ നോക്കാം. നമുക്ക് വെറുതെ ഒരു സാധനം കിട്ടി, പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് വി ഹാവ് ടു സർവൈവ് ഓവർ ദ, അത് നമുക്ക് പാർട്ട് ടൈം ജോബ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആ കൺട്രി ചെന്നാൽ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള സാധ്യതകൾ, അപ്പൊ അതിന്റെ ബാരിക്കേഡ്സ് നമ്മൾ ഓവർകം ചെയ്യണം. ഫസ്റ്റ് ബാരിക്കേഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡറി, ഇപ്പോ ഞാൻ ഒരു കൺട്രി പോവാണ്, ആ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ എന്തിനാണുള്ളത് എന്നുള്ളതിനെ പാർട്ട് ടൈം ജോബ്. നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് പാർട്ട് ടൈം ജോബ് വേണം, പൈസ വേണം, നമുക്ക് അവിടെ ജീവിക്കണം. അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ആ കൺട്രിയിൽ ഏറ്റവും കൂടുതലുള്ളത് വെയർ ഹൗസസ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഏതും ആവട്ടെ, അവിടെ കൂടുതലുള്ളത് വെയർ ഹൗസസ് ആണ്. അപ്പൊ നമുക്ക് ലോജിസ്റ്റിക്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞ് നമുക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ ചെന്ന വഴിക്ക് പാർട്ട് ടൈം ജോബ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഹോസ്പിറ്റാലിറ്റി, ടൂറിസം ആണ് ആ സ്ഥലത്തുള്ള. ഹോസ്പിറ്റാലിറ്റിയിലും ടൂറിസത്തിലും എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്? റെസ്റ്റോറൻറ്റ്സ്, കാഫേസ്. അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നല്ല സ്കില്ലുണ്ട്. നമ്മൾ ഇവിടുന്ന് പോണേക്കാളും മുന്നേ ബേസിക് കമ്മ്യൂണിക്കേഷൻ ഒരു 3-4 ലാംഗ്വേജിൽ വളരെ ബേസിക് ആയിട്ട് മതി, കാര്യമായിട്ടൊന്നും വേണ്ട. ഒന്ന് ഒരു കാഫറ്റീരിയയിലെ ഓർഡർ എടുക്കുമ്പോൾ ഒരു വെൽക്കം, താങ്ക് യു, ഈ 2 വാക്കുകൾ അറിഞ്ഞാൽ തന്നെ ഇംപ്രസ് ചെയ്യാം. മെനു വിൽ ബി ഇൻ എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ചിലപ്പോൾ ലോക്കൽ ലാംഗ്വേജും ഉണ്ടാവും. എന്തായാലും മെനു ഇംഗ്ലീഷിലായിരിക്കും. നമുക്ക് വളരെ കുറച്ച് കുഞ്ഞു വാക്കുകൾ, ഇപ്പോൾ ജർമ്മൻസ് വരുമ്പോൾ അവരുടെ അടുത്ത് വെൽക്കം പറയാനായിട്ട് ജർമ്മനിയിൽ വാക്ക് പഠിച്ചു വെക്കുക, പിന്നെ ഒരു താങ്ക്സ് പറയാനായിട്ട്, അങ്ങനെ കുഞ്ഞു ടിപ്സ് അറിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കഫേയിൽ ജോലി കിട്ടും. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ലോജിസ്റ്റിക്സിൽ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് ഇപ്പൊ പ്രോപ്പർ ആയിട്ടൊരു ഐഡിയ, അതൊരു 4 യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് ഏതെങ്കിലും
അപ്പൊ നമ്മൾ പ്രൂവ് ഉള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടേ വിടുള്ളൂ. അപ്പൊ പോകുന്ന കൺട്രിയിൽ ഏതിനാ സ്കോപ്പ് കൂടുതൽ. ഇനി ആ നാട്ടില് കെയർ ഹോംസ് ആണ് കൂടുതൽ, അതായത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി കൂടുതൽ. അപ്പൊ ഒരു കെയർ ഹോമിൽ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന കെയർ ഹോമിന് നിങ്ങൾക്ക് എന്താ അറിയാം. കെയർ ഹോം ഇന്റർവ്യൂ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് അതിനെ കുറിച്ചൊരു അവയർനെസ് ആയിട്ട് പോയാൽ ജോലി കിട്ടാൻ എളുപ്പമാണ്. പിന്നെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജോലി വേണം എന്ന് പറഞ്ഞാൽ ആദ്യം പിരിവാശി പിടിക്കാൻ പാടില്ല. ആ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റണം. നമുക്ക് മാറ്റർ ഓഫ് എക്സിസ്റ്റൻസ് ആണ്. നമ്മൾ അന്യനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിസാരം നമ്മൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാറി താമസിക്കുമ്പോൾ തന്നെ നമുക്ക് 100,000 ആദ്യം കിട്ടുന്ന ജോലിക്ക് കയറുക. പിന്നെ നിങ്ങൾ ചെന്നൈക്കുന്നത് പഠിക്കാനാണ്. അപ്പൊ ആ പഠിക്കുന്ന പീരീഡിലുള്ള ജോലി അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പരമാവധി പഠിക്കുന്ന ഫീൽഡിനായിട്ട് സിങ്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ആദ്യം തന്നെ ചിലപ്പോൾ ചെന്ന കിട്ടിയെന്ന് വരില്ല. പല സ്ഥലങ്ങളിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫ്രീലാൻസിങ് ചെയ്താൽ ജീവിക്കാം. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ കുറെ ഫ്രീ ട്രെയിനിങ്സ് ഉണ്ട്. അത്യാവശ്യം ഇപ്പൊ ടെക്നോളജി ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന ഒരു ലാപ്പ് വെച്ചിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന ഓരോ പരിപാടികളുണ്ട്. അതൊക്കെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ പാർട്ട് ടൈം വർക്ക് പെർമിറ്റിൽ ഒന്നും ഇത് പെടുന്നില്ല. ഞാൻ ഫ്രീലാൻസിങ് എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പോവാണെന്ന് നോക്കിയാൽ ഞാനിപ്പോ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഓൺലൈൻ ഇന്ത്യൻ ട്രെയിനിങ് കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് കൊടുത്തു. അവരെന്റെ ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ എന്റെ നാട്ടിലേക്ക് എനിക്ക് വരുമാനമായി. അപ്പൊ ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു വർക്കിംഗ് അവേഴ്സിൽ പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ലീഗലി അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം. ഞാൻ വീട്ടിലിരുന്ന് പേഴ്സണലി ക്ലാസ് കൊടുക്കുന്നത് ഈ ടൈമിങ്ങിൽ പെടുന്നില്ല. ഞാനൊരു പീസ് ഓഫ് ട്രെയിനിങ് ഇവിടുന്ന് പോയി ലാംഗ്വേജ് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കാം. ഇപ്പൊ ഈ OET പഠിച്ച ഒരുമാതിരി നേഴ്സസ് ഒക്കെ അവസാനം OET ട്രെയിനിങ്ങിന് ഇറങ്ങും. ഇപ്പൊ ജർമ്മൻ B2 കഴിഞ്ഞാൽ ജർമ്മൻ ട്രെയിനറായിട്ട് മാറും. അതാണ് അതിന്റെ സത്യത. അപ്പൊ അതേപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഫുഡ് പരമാവധി സെൽഫായിട്ട് കുക്ക് ചെയ്യാം. കാരണം നമുക്ക് പുറത്തത്തെ ഫുഡ് എക്സ്പെൻസീവ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഇവിടുന്ന് പോകുന്നതിനേക്കാളും മുന്നേ തന്നെ ആ കൺട്രിയുടെ ട്രാൻസ്പോർട്ടേഷനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇനീഷ്യലി ചെന്ന് കഴിഞ്ഞപ്പോ നമ്മൾക്കിപ്പോ ഒരു വീഡിയോസിലൊക്കെ പിള്ളേര് ഉണ്ട്, ആദ്യം ഇവര് എയർപോർട്ടിൽ എത്തി പെട്ടിയും തൂക്കി ഇറങ്ങി. ഇപ്പൊ അതേപോലെ ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തുണ്ട്, അവർക്ക് ഒരു ABCD പോലും അറിയാതെ നിൽക്കുന്നവരുണ്ട്. കാരണം എങ്ങോട്ട് പോകണം ചെന്ന് വഴി തെറ്റി നിൽക്കുന്ന കുറെ പേരൊക്കെ ഇതൊക്കെ കുറച്ചും കൂടി ഉപകാരപ്പെടും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോണേക്കാളും മുന്നേ അതിന്റെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് വരുന്നത് ഇപ്പൊ രഞ്ജിത പറഞ്ഞ സംഭവം റെഡിയാണ്. ബസ് സ്റ്റോപ്പ് തപ്പി നിന്നിട്ട് ഒരാളെ വിളിച്ചൊരു കഥ ഉണ്ടായിട്ടുണ്ട്. അതായത് 2 വീട് അപ്പറയാണ് ബസ് സ്റ്റോപ്പ്. എനിക്ക് ഗൂഗിൾ മാപ്പ് കുറച്ച് ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ തപ്പിട്ട് പറഞ്ഞു കൊടുത്തു ലെഫ്റ്റിലേക്ക് നോക്കിയ ബസ് സ്റ്റോപ്പ് കാണാന്ന് പറഞ്ഞു. അവർക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് ചോദിച്ചില്ല. പോകുന്നതിന് മുന്നേ ഗൂഗിൾ മാപ്പ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. കാരണം നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് ഗൂഗിൾ മാപ്പിൽ കിട്ടില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിലെല്ലാം അത് ഭയങ്കര എഫക്റ്റീവ്. ഈവൻ UAE പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമുക്കിപ്പോ ഒരു അജ്മാനിൽ നിന്ന് അബുദാബി പോണെങ്കിൽ ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രെയിനിൽ കയറണം, ഏത് ബസ്സിൽ കയറണം എല്ലാം കറക്റ്റ് കാണിക്കും. അത് ആദ്യമേ പോകുന്നതിനേക്കാൾ മുന്നേ പഠിക്കാം. പിന്നെ ലോക്കൽ ലാംഗ്വേജിൽ ലെഫ്റ്റും റൈറ്റും കുറച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രക്ഷപ്പെടാം. ഒരു പരിധി സ്ഥലങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മള് അക്കോമഡേഷൻ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, പാർട്ട് ടൈം ജോബിന്റെ പോസിബിലിറ്റീസ് ഇതെല്ലാതും കൂടെ ഗ്രൗണ്ട് റിസർച്ച് ചെയ്തിട്ട് വേണം അക്കോമഡേഷൻ എടുക്കാൻ. അപ്പൊ നമുക്ക് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷന്റെ കാശ് കുറയും. അതായത് ഇപ്പൊ നമ്മുടെ കോളേജിന്റെ തൊട്ടടുത്ത് പോയി നമ്മൾ അക്കോമഡേഷൻ എടുത്തു, ചെലവ് കൂടുതലാണ്, പാർട്ട് ടൈം ജോബിന്റെ അവൈലബിലിറ്റി കൂടുതലാണെന്ന് വെച്ചു. പക്ഷെ അതേസമയം ഒരു ചെറിയ എമൗണ്ട് ചിലപ്പോൾ ബെസ്റ്റ് ഫെയർ ഉണ്ടാവുള്ളൂ. കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയാൽ നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം കിട്ടും. പിന്നെ ഷെയറിംഗ് അക്കോമഡേഷൻസ് ആണ് പുറത്ത് മൊത്തം. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ആദ്യത്തെ ഒരു മാസം എന്തായാലും ഒരു തപ്പിൽ നിറച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി വീണയുടെ മിഷൻ ലോകം എന്ന് പറയുന്ന പോലെ തന്നെ നീട്ടി പഠിക്കും. അത് അങ്ങനെയാണ്. പോയവരാരും തിരിച്ചു വരുന്നില്ല. ദാറ്റ് മീൻസ് സംതിങ് ഈസ് ദർ. ആ പോകുമ്പോ റൈറ്റ് ആയിട്ട് പോയാൽ മെന്റലി സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു യൂണിവേഴ്സിറ്റി, ഇപ്പൊ പലരും പല യൂണിവേഴ്സിറ്റീസ് ഒക്കെ സജസ്റ്റ് ചെയ്യും. യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി അല്ലതാ. ചിലപ്പോഴൊക്കെ ചെന്ന് പഠിക്കുന്ന യൂറോപ്പിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലുള്ള ഏതെങ്കിലും മുക്കിലും മുലയിലുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. നമുക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവാത്ത യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. അപ്പൊ ഒരു സ്റ്റുഡന്റ് പോകുമ്പോ എങ്ങനത്തെ ഉള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് എടുക്കേണ്ടത്? എങ്ങനെയാണ് ഒരു സെലക്ഷൻസ് ഒക്കെ വരുന്നത്? യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് UK ഇപ്പൊ എന്തായാലും യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ. കാനഡയിൽ കോളേജസ് ഉണ്ട്. ബട്ട് നമുക്ക് അതിന്റെ ഒരുവിധമൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. പിന്നെ ഈ ഗൂഗിൾ മാപ്പിനകത്ത് റോഡ് വ്യൂ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കറക്കി നോക്കിയാൽ നമ്മൾ ആ പോകുന്ന സ്ഥലം. പിന്നെ ഇപ്പൊ ഈ ലോ കോസ്റ്റ് പ്രോഗ്രാംസിനാണ് മെയിൻ ആയിട്ട് ഈ പ്രശ്നം തന്നെ. ഇപ്പോ MBBS പ്രോഗ്രാം വളരെ കുറഞ്ഞ കോസ്റ്റിൽ പഠിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്.
വളരെ കുറഞ്ഞ കോസ്റ്റ് നിന്ന് വളരെ കുറഞ്ഞ കോസ്റ്റ്. പക്ഷേ ആ കൺട്രികൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രികളാണ്. അത് കൺട്രികൾ ഏതാണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, അണ്ടർ ഡെവലപ്ഡ് കൺട്രികളാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെക്കാളും അണ്ടർ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇത്തിരി ലോ കോസ്റ്റിൽ നമുക്ക് അവിടെ MBBS ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ വാല്യൂ ഉള്ള പല പ്രോഗ്രാംസും ഉണ്ട്. പഠിക്കാനുള്ള പ്യുവർ ഇന്റൻഷൻസ് ഉള്ളവർ മാത്രമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. ഒരു എറണാകുളം, ഇപ്പൊ മലയാളികളായ എല്ലാവർക്കും അറിയുന്ന മെയിൻ ടൗണുകൾ കാലിക്കറ്റ്, എറണാകുളം, ട്രിവാൻഡ്രം, എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ 3 സിറ്റിക്കും അതിൻ്റെതായ വൈബ് ഉണ്ട്. ഇതിന്ന് മാറി ഒരു കുഗ്രാമത്തില് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക. റീസണബിളി കോസ്റ്റ് കുറവാണ്, പക്ഷെ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞ് സഫോക്കേഷൻ തുടങ്ങും. അത് പിന്നെ ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ അത് പോകുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ, കോളേജിന്റെ ലൊക്കേഷൻ, ആ ലൊക്കേഷനെ കുറിച്ചുള്ള പ്രോപ്പർ ഗ്രൗണ്ട് റിസർച്ച്. എങ്ങനെ കളിച്ചാൽ ആരെങ്കിലും ഒക്കെ ഒരു കണക്ട് ചെയ്ത ഒരാളെ വിദേശത്ത് കിട്ടാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഞങ്ങൾ പറഞ്ഞുതരാം. പിന്നെ യൂറോപ്യൻ കൺട്രികളിലെ യൂണിവേഴ്സിറ്റികളെക്കാളും കൂടുതലുള്ളത് കോളേജസ് ആണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ കോളേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു ക്യാമ്പസ് അല്ല പല യൂറോപ്യൻ യൂണിയനിലുള്ളത്. അതൊരു കുറവല്ല ഒരിക്കലും. കാരണം അവരെ അഫോർഡബിൾ കോസ്റ്റിൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന പലതും ചെറിയ കൺട്രികളുണ്ട്. ഈ മാൾട്ട എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ കൺട്രി. അപ്പൊ അവിടുത്തെ കോളേജുകൾ ഫുൾ നമ്മുടെ നാട്ടിലെ കോളേജിന്റെ ഇപ്പൊ കുസാറ്റിന്റെയും അതേപോലെ വലിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ വലിപ്പത്തിൽ 4 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുമ്പോഴേക്കും മാൾട്ട തീരും. അത്രേ ഉള്ളൂ ഈ മാൾട്ട. വളരെ ചെറിയൊരു കൺട്രിയാണ്. അപ്പൊ അവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായാലും നമ്മുടെ ചെറിയ ബിൽഡിങ്സിൽ മേ ബി 2 ഫ്ലോർ ഒക്കെ ഉണ്ടാവുള്ളൂ. അത് അതിനൊരു കുറവല്ല. അക്രിഡിയേഷൻസ് നോക്കുക പ്രോപ്പർ ആയിട്ടില്ലെന്ന്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ക്ലാസ് റൂം സ്റ്റഡീസ് അല്ല കൂടുതലും പുറത്ത്. അത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്റ്റഡീസ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നത് കുറച്ച് ദിവസവും കൂടുതലും നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രീം. നമ്മൾ ഏത് ഫീൽഡാണോ പഠിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ക്ലാസ്സസും നമ്മളോട് പോലെ കാലത്ത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകുന്നേരം കാലത്ത് 9 മണി മുതൽ 5 മണി വരെ ഇല്ല. നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ മുടക്ക് പ്രഖ്യാപിക്കുന്നൊന്നും നോക്കണ്ട. ക്ലാസ്സസേ വളരെ കുറവാണ്, കുറെ ഓൺലൈൻ സെഷൻസ് ആവാം. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വലിപ്പോ ഒന്നുമല്ല, റാങ്കിങ്, അക്രിഡിയേഷൻസ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, അതിൽ നിന്ന് പാസ് ഔട്ട് ബാച്ചിന്റെ ഈ എല്ലാ കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും ഈ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുവിധം നിങ്ങളുടേതായ രീതിയിൽ സെൽഫ് റിസർച്ച് ചെയ്യുക. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് ഐഡിയ കിട്ടും. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത ആ ലൊക്കാലിറ്റിയുടെ പ്രത്യേകതകൾ. ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ പേര് ഗൂഗിളിൽ അടിച്ചിട്ട് സ്പെഷ്യാലിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈലി റിക്വയർഡ് ജോബ്സ് അല്ലെങ്കിൽ ഹൈലി അവൈലബിൾ ജോബ്സ്, പാർട്ട് ടൈം ജോബ്സ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. ഒന്നിനു മുന്നേ ഇപ്പോ എന്നാ പറയുന്നത്, നമ്മള് കോസ്റ്റ്, എളുപ്പത്തിൽ വിസ, സ്കോളർഷിപ്പ് ഇത് മാത്രം ചിന്തിക്കാതെ പോയി കഴിഞ്ഞ ശേഷമുള്ള കാര്യത്തെ കുറിച്ചും കൂടെ ചിന്തിക്കാം. അല്ലെങ്കിൽ പിന്നെ കൺട്രി സ്വിച്ച് ചെയ്യുക, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ആവുക, ഓവർ സ്റ്റേ, നിർത്തിപ്പോരുക. പിന്നെ രണ്ടാമത് ഒരു വിസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒന്നിനു മുന്നേ കറക്റ്റ് പഠിച്ചിട്ട് പോയാൽ പകുതി പ്രശ്നം തീർന്നു. ഓക്കെ, ഇനി വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് നമുക്ക് വർക്ക് വിസാസ് ഒക്കെ തുടങ്ങിയിരുന്നത് ആദ്യമേ ദുബായ് അങ്ങനത്തെ റേഞ്ചിലായിരുന്നു എല്ലാവരും വർക്ക് വിസയ്ക്ക് എല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 2-3 കൺട്രീസ് ഇപ്പൊ അതേപോലെ UK, കാനഡ, പിന്നെ നമുക്ക് USA, ഇവിടേക്കൊക്കെ പോണെങ്കിൽ തന്നെ നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണ് ആദ്യമേ പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതേപോലത്തെ ബിസിനസ്മാൻസ്, ഇവരൊക്കെയാണ് കൂടുതലും ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ചെറിയ ജോലികൾക്കോ ഡ്രൈവറോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും ആരും പൊക്കോണ്ടിരുന്നില്ല. പണ്ട് ഇവരെ അവര് സെലക്റ്റീവ് ആയിട്ട് അവർ അങ്ങനെ പൊക്കോണ്ടിരുന്നു. പിന്നെ അധികം ആൾക്കാർക്കും അറിയില്ല എങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നോ അറിയില്ല. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് വിസ കിട്ടാൻ നല്ല പാടുള്ള ഒരു ടൈമാണ് ഇപ്പോ. അപ്പൊ മിക്കവരും വർക്ക് വിസ നോക്കുന്നവരും സ്റ്റഡി വിസ ചൂസ് ചെയ്തിട്ടാണ് മിക്കവരും പോകുന്നത് തന്നെ. അപ്പോ നമുക്ക് ഇന്ത്യയിൽ നിന്ന് കൂടുതലും വർക്ക് വിസയ്ക്ക് ഇപ്പോ എന്തുകൊണ്ടാണ് ഒരു ടഫ്നെസ്സും, അതേപോലെ എന്തുകൊണ്ടാണ് കൂടുതലും സ്റ്റഡി വിസ എടുത്ത് ചിലവര് ഇപ്പൊ കുറെ നാൾ സ്റ്റഡി വിസ എടുത്ത് പോയിട്ട് ഇപ്പൊ സ്റ്റഡി മാത്രമായിട്ടാണ് പോകുന്നെങ്കിൽ മാത്രം അത് കംപ്ലീറ്റ് ചെയ്താലേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ പണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റഡി വിസ ഒക്കെ എടുത്ത് പോയിട്ട് വേറെ പല ജോലികളിലേക്ക് ഇവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോ എന്താണ് ഇതിനിപ്പോ ഒരു കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കറക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി റിസ്ക് ഇല്ലാത്ത സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റഡി എടുത്ത് ജോലിക്ക് കയറാം. അതായത് നമ്മള് ഇപ്പൊ ഞാൻ പോകുന്നത് ജർമ്മനിക്കാണ്.
ജർമ്മനിയിലെ വേ ഓഫ് പ്രൊഫഷണൽ ഹാൻഡ്ലിംഗ് അല്ല ഇന്ത്യയിലുള്ളത്. ഓക്കെ. ജർമ്മൻ ഹോസ്പിറ്റൽ, ഒരു വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ജർമ്മൻ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ ഇതിന് ക്വാളിഫൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇവിടെ ലോജിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയോ പാറ്റേണോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോട്ടോകോളോ അല്ല പുറത്തെ കണ്ടുള്ളത്. അപ്പൊ ഞാൻ ഇതൊന്നും അറിയാതെ ചെന്ന് വരുമ്പോൾ എനിക്ക് ബേസ് ലെവൽ ജോലിയെ കിട്ടുള്ളൂ. ബേസ് ലെവൽ ജോലി എന്ന് പറഞ്ഞാൽ ലോഡിങ് ആൻഡ് അൺലോഡിങ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിച്ച് അവിടുത്തെ ലോജിസ്റ്റിക്സ് ബേസ്ഡ് ആ ഒരു എഡ്യൂക്കേഷൻ. ഇപ്പൊ ഓരോ കൺട്രിയിലും ഓരോ തരത്തിലാണ് ബിസിനസ്. ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ കാസർഗോഡ് കച്ചവടം ചെയ്യുന്ന പോലെയല്ല തിരുവനന്തപുരത്ത് കച്ചവടം. കാസർഗോഡ് ഉള്ള പോലത്തെ ഒരു സ്ട്രക്ചർ അല്ല തിരുവനന്തപുരത്തിന്റെ. ഇത് രണ്ടും അല്ല എറണാകുളത്തിന്റെ. എൻറ്റയർലി ഈ സ്ഥലങ്ങളിലൊക്കെ ട്രെൻഡ് മാറ്റമുണ്ട്. അപ്പൊ ഈ കറക്റ്റ് ട്രെൻഡ് അറിയാത്ത ഒരാൾക്ക് ഒരു ഡിസ്ട്രിക്ട് മാറുമ്പോൾ തന്നെ ട്രെൻഡ് മാറി, കാലാവസ്ഥയിൽ മാറ്റം വന്നു. ഇപ്പൊ ഇത്രയും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്നത് നമുക്കൊരു ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ട്രെയിനിങ് ഇല്ല, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ട്രെയിനിങ് ഇല്ല. നമ്മൾ അവിടേക്ക് ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ലാക്ക് ഓഫ് നോളജ് വരും. അപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് MNC കിട്ടിയാൽ നമ്മുടെ ആ ഒരു ലാക്ക് ഓഫ് നോളജ് തീർന്നു. MNC നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ജോലിയും കിട്ടും, സേഫ് ആണ്. ഇതില്ലാതെ നമ്മൾ ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാത്രം വെച്ച് എനിക്ക് നല്ല ജോലി കിട്ടണം എന്ന് പറഞ്ഞ് ഡിവൈസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ചെന്ന് ഏതെങ്കിലും ചതിക്കുള്ളിൽ പെടത്തുള്ളൂ. ഇനി ജോലി ആർക്കൊക്കെ കിട്ടും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പറഞ്ഞ ഹെൽത്ത് ആൻഡ് കെയർ, അത് ഒബ്വിയസ്ലി ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ളതാണ്. ഇനി നല്ല സ്കില്ലുള്ള കമ്മ്യൂണിക്കേഷനും അതേപോലെ പ്രൊഫഷണലിസവും അറിയുന്ന ഒരാൾക്ക് ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ലോജിസ്റ്റിക്സ്, ഇത് മൂന്നും എന്തായാലും സ്കോപ്പ് ഉള്ളതാണ്. പക്ഷെ ജോബായിട്ട് കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻ ഉണ്ട്. ഈ ലോജിസ്റ്റിക്സിൽ പിന്നെയും ഈ സ്കിൽഡ് ജോബ്, അതായത് ഈ ക്രെയിൻ ഓപ്പറേറ്റർ, ഫോക്ലിഫ്റ്റ് ഓപ്പറേറ്റർ, അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെയും ജോലിക്ക് സാധ്യതയുണ്ട്. അത് ജെന്യൂൻ ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് അതിൽ ബുദ്ധിമുട്ട്. കിട്ടുവാണെങ്കിൽ ജെന്യൂൻ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള, അതായത് ഒരു വൈറ്റ് കോളർ ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോയി പഠിക്കണം. നമുക്ക് ബേസ് ലെവൽ ജോബുകൾ, സ്കിൽഡ് ജോബ്, ഇപ്പോൾ ഫിനിഷിംഗ് കാർപ്പൻറ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഹീറ്റ് ആൻഡ് വെന്റിലേഷന് അതേപോലെയുള്ള സെക്ഷനിലുള്ള വർക്ക് വിസകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ പോകുന്നതിനേക്കാളും മുന്നേ ഒന്ന് അതിനെ കുറിച്ച് വ്യക്തമായ നോളജ് വേണം, എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ വേണം, എക്സ്പീരിയൻസ് വേണം, ജെന്യൂൻ ആയിരിക്കണം. ഇതുണ്ടെങ്കിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നത് ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അഷ്യൂർ ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും സ്റ്റഡിയിലേക്ക് പോണത്. സ്റ്റഡിയിലേക്ക് പോയി കഴിഞ്ഞപ്പോ ലോജിസ്റ്റിക്സിൽ ഒരു സ്റ്റഡിയിലേക്ക് പോയി അതിലേക്ക് കയറാം. ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലും എല്ലാ കോഴ്സസും ഉണ്ട്. ഇതിന് പഠിച്ചിട്ടാ പോണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ് ആണ്. നമ്മൾ ആദ്യം സ്റ്റുഡന്റ് വിസ പോയി പിന്നെ വർക്ക് വിസയ്ക്ക് മാറുക. മറ്റേത് ആദ്യം തന്നെ വർക്ക് വിസയ്ക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാറ്റഗറീസിലേക്ക് ഉള്ളവർക്ക് മാത്രമാണ് സ്കോപ്പ് ഉള്ളൂ. അത് ഹെൽത്ത് ആൻഡ് കെയർ ആണെങ്കിൽ ഫ്രീ റിക്രൂട്ട്മെന്റ് ഉണ്ട്, ബാക്കിയുള്ളവർക്ക് ഒന്നും ഫ്രീ റിക്രൂട്ട്മെന്റ് അവൈലബിൾ അല്ല. സ്കിൽഡ് ഇപ്പൊ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ലോജിസ്റ്റിക്സ് സ്കോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് പഠിച്ചിട്ട് കയറുവാണെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ജോബ് വിസ കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് കെയർ കഴിഞ്ഞാൽ ഹെവി ഡ്രൈവർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ, കാർപ്പൻറ്റർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഇങ്ങനത്തെ കുറച്ച് ഹൈലി സ്കിൽഡ് ജോബ്സ്. അത് പക്ഷെ എങ്ങനെയാ വിസ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 ഇയർ വിസ, 1.5 ഇയർ വിസ, 2 ഇയർ വിസ, അത് ഡ്യൂറേഷൻ വിസ ആയിരിക്കും. കാരണം അത് പോകുന്നത് ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്കുള്ള വിസയാണ്. ഇപ്പൊ UK താമസിക്കുന്നവർക്ക് അറിയാം, അവിടെ വർക്കിന് വരുന്നത് മലയാളികളും ഹിന്ദിക്കാരും പാകിസ്ഥാനീസും അതേപോലെ ബാക്കി സൗത്ത് ആഫ്രിക്കൻസും ഒക്കെയാണ്. പക്ഷെ ഇവരൊക്കെ ചെറിയ ജോബില, ഇവരൊന്നും 3800 സാലറി കോൺട്രാക്റ്റിൽ വന്നുള്ളവരല്ല. അത് ടെമ്പററി വർക്ക് വിസയുണ്ട്, ഷോർട്ട് ഡ്യൂറേഷൻ വർക്ക് വിസകൾ. അതെല്ലാം കൺട്രിക്കും കൊടുക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിലെ ഈ ഫാമിങ്ങിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് 1 വർഷം 7 മാസം സംതിങ് അങ്ങനെ ഒരു വിസ 2 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു. ഫാമിംഗ് അറിയുന്നവർക്ക് പോവാം. പക്ഷെ അത് കഴിഞ്ഞ കോൺട്രാക്ട് കഴിഞ്ഞ് തിരിച്ചു പോരേണ്ടി വരും. തുടർന്ന് അവിടെ എംപ്ലോയർ കിട്ടിയ നിൽക്കാം, പക്ഷെ സാധ്യതകൾ കുറവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഈ 2 വർഷത്തെ വിസയ്ക്ക് പോയി നമുക്കത് എക്സ്റ്റൻഷൻ കിട്ടുകയും പറയാം. ബെറ്റർ നമ്മൾ ഇവിടുന്ന് അതൊരു പർട്ടിക്കുലർ കോഴ്സ് എടുത്ത് ഓവർകം ചെയ്യുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സ്കോപ്പ് ഓഫ് ഒന്നല്ലെങ്കിൽ ഹെൽത്ത് കെയർ വിദേശ രാജ്യത്ത് പോയി പഠിക്കുക. ഇപ്പൊ BSc നഴ്സിംഗ് വളരെ ചെലവ് കുറഞ്ഞ് പുറത്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പഠിച്ചിറങ്ങി കഴിഞ്ഞ് നേരെ അവിടെ രജിസ്റ്റേർഡ് നഴ്സാണ്. വേറെ തലവേദനകളിൽ IELTS, OET, ET ഒന്നും വേണ്ട. +2 കഴിഞ്ഞാൽ നേരെ കയറുക. അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് എടുക്കുക, ജർമ്മനി PTU എടുക്കുക, കഴിഞ്ഞു 6-9
പല കൺട്രികളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് ഡിഗ്രിയുടെ കോൺഫ്ലിക്ട് വരും. പക്ഷെ ഇന്റേണൽ ഇയുല് കുറെ കൺട്രികളിലൊന്നും പ്രശ്നമില്ല. നേഴ്സായി +2 കഴിഞ്ഞ് 3 കൊല്ലം കൊണ്ട് നേഴ്സായി വർക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ പോസ്റ്റ് ബി എസ് സി എടുക്കുന്ന പോലെ എടുക്കാം. ഡ്യുവൽ ഡിഗ്രി കമ്പൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ സേഫായി. ഇത് ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ പിന്നെ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്. ഷെങ്കൻ കൺട്രികളിലെ എല്ലാ കൺട്രിയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോ വർദ്ധിച്ചു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. എല്ലാ കൺട്രിയും മാക്സിമം ഡിഗ് ഔട്ട് ചെയ്തെടുക്കാൻ നോക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഡെവലപ്മെന്റ് അത്രയും വന്നു. ഇപ്പൊ കേരള ആണെങ്കിലും നല്ലപോലെ ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ടൂറിസത്തിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്തു തുടങ്ങി. സോഴ്സ് ഓഫ് റവന്യൂ ആണ്. കൂടുതൽ ടൂറിസത്തിൽ നിന്നാണ് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇൻഡസ്ട്രീസ് എപ്പോഴും കോമ്പറ്റീഷൻ. ഇപ്പൊ പ്രൊഡക്ഷനിൽ ചില കൺട്രികളിൽ തന്നെയായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്ടിവിറ്റിയിൽ ചില കൺട്രികളിൽ തന്നെയായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും എന്താ നമ്മളുള്ള റിസോഴ്സ് ടൂറിസമാണ്. അതിന് മാക്സിമം എല്ലാ ഷെങ്കൻ കൺട്രിയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസാ. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലാത്തൊരു ഷെങ്കൻ കൺട്രി ചോദിച്ചില്ല. എല്ലാതും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. എല്ലാ ഐലൻഡ്സും, കോറൽ ഐലൻഡ്സും ഇതിന്റെ ഉള്ളിൽ എവിടെയും കിടക്കുന്നുണ്ടോ എല്ലാ ഐലൻഡ്സും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയി. അപ്പൊ എന്തായാലും ജോലി സാധ്യതകളുണ്ട്. പിന്നെ ഷെങ്കൻ കൺട്രികളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ കിട്ടാൻ എളുപ്പമാണ്. ഇപ്പൊ UK-ലേക്കോ കാനഡയ്ക്കോ ഓസ്ട്രേലിയക്കോ US-ലേക്കോ കിട്ടുന്ന ബുദ്ധിമുട്ടില്ല ഷെങ്കൻ കൺട്രിക്ക് കിട്ടാൻ. ബട്ട് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടാൻ പ്രശ്നം വരുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് VFS വഴി പോകുമ്പോൾ നമുക്ക് പ്രോപ്പർ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ ഒരു ബാരിക്കേഡാണ്. നേരെ മറിച്ച് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ മൗറീഷ്യസിൽ നമ്മൾ അവിടെ ഒരു ചെറിയ പ്രോഗ്രാം +2 കഴിഞ്ഞ് ഡയറക്റ്റ് ലോജിസ്റ്റിക്സിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ലോജിസ്റ്റിക്സിൽ ഒരു ചെറിയ ഡിപ്ലോമ ചെയ്താൽ 1 ഇയർ പ്രോഗ്രാം അത് 4 ലക്ഷം രൂപ ചെലവുള്ളൂ. അതാ പഠിപ്പും ജോലിയും കൂടിയിട്ടാണ്. അത് ഫുൾ പഠിപ്പ് മാത്രമല്ല, 60% ജോലി, 40% പഠിപ്പും. അപ്പൊ ഇന്റേൺഷിപ്പും ഉണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ എക്സ്പീരിയൻസും ആയി, ക്വാളിഫിക്കേഷനും ആയി. നേരെ MSc അപ്ലൈ ചെയ്യാം. അത് അവിടുന്ന് തന്നെ റിക്രൂട്ട്മെന്റ് കിട്ടും. സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യമുണ്ട്. പണി അറിയുന്ന ഒരു കൊല്ലം ഇപ്പോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജും സെറ്റായി. അപ്പൊ ഇങ്ങനെ പോയ പ്രശ്നം തോന്നുന്നു. ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാംസ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ UK-ലൊക്കെ ഒരു കുറെ കാലങ്ങളായിട്ട് പോയവരാരും പഠിച്ച പണിയല്ല ചെയ്യുന്നത്. പഠിച്ച പണി ചെയ്യുവാണെങ്കിൽ വിസ എക്സ്റ്റൻഷൻ ഇല്ല. എല്ലാരും ചെന്ന് പെടുന്നത് കെയർ ഹോമിലേക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയുമ്പോ വിഷമമുണ്ട്. ഇപ്പോ ബിടെക്കും MTechും അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസും എഞ്ചിനീയറിംഗും കഴിഞ്ഞ് അവസാനം കെയർ ഹോമിൽ ചെന്ന് പെടുന്ന ഒരാള് അത് മാറ്റർ ഓഫ് എക്സിസ്റ്റൻസിന് എന്ന് പെടുന്നത്. കാരണം ഞാൻ എന്റെ പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഇത് മുഴുവൻ വിട്ട് അല്ലെങ്കിൽ പിന്നെ സർവീസിനോട് അത്രയും താല്പര്യമുള്ളവരാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യുന്ന റോങ് ഡിസിഷൻ ആണ് ഇത് അവസാനം ഇങ്ങനെ കൊണ്ടെത്തിച്ചു വിടുന്നത്. പിന്നെ നമുക്കൊരു കരിയർ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ബിടെക് കഴിഞ്ഞ് ഇറങ്ങി, നമ്മുടെ നാട്ടിലാണെങ്കിൽ ശരി, ബിടെക് കഴിഞ്ഞ് ഇറങ്ങി 5 കൊല്ലം ഒരു കമ്പനിയിലും ജോലിക്ക് കയറില്ല. 6ാമത്തെ കൊല്ലം ജോലിക്ക് കയറുമ്പോ ബിടെക് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഏറ്റവും എളുപ്പത്തിൽ പറയാം. 5 കൊല്ലം മുന്നേ പഠിച്ച സാധനങ്ങൾ നിലവിൽ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ തന്നെ 2 കൊല്ലം കഴിഞ്ഞ ഫോൺ ഏറ്റവും എളുപ്പത്തിൽ വന്നില്ല. ഒരു ഫോൺ 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഹാങ് ആയി തുടങ്ങും. കാരണം നമ്മുടെ ഫോണിന്റെ കപ്പാസിറ്റി, സ്പെസിഫിക്കേഷനും ഇറങ്ങുന്ന ആപ്ലിക്കേഷൻ നമ്മൾ വെച്ചോണ്ട് ഇതെല്ലാ പ്രൊഫഷനിലും ഉണ്ട്. നമ്മൾ പഠിച്ചിറങ്ങി 3 കൊല്ലം വേറെ സെക്ഷനിൽ വർക്ക് ചെയ്തു, തിരിച്ച് 6 വർഷത്തേക്ക് കയറുമ്പോ അവിടെ മൊത്തം മാറി. ഇപ്പോന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ മൊത്തം AI ഇംപ്ലിമെന്റേഷൻ ആണ്. ഇപ്പൊ ഏത് സെക്ടറിൽ പോയാലും റോബോട്ടിക് സർജറി വന്നു. 10 കൊല്ലം മുന്നേ പഠിച്ച് നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ ആള് ഇതുവരെ ജോലി ചെയ്തില്ല. ഈ റോബോട്ടിക് സർജറി എന്താന്ന് കേട്ടിട്ടുണ്ടാവും, യൂട്യൂബ് നോക്കി പഠിക്കേണ്ടി വരും, കാണാൻ മനസ്സിലാവൂല. ഡോക്ടർ MBBS കഴിഞ്ഞു, ലൈസൻസ് കിട്ടി, വർക്ക് ചെയ്തില്ല. ഇപ്പൊ പോയിട്ട് ചെന്ന് കഴിഞ്ഞാൽ പുതിയ കേസസും അതിന്റെ പ്രോട്ടോകോൾസും നോട്ടീസസും ഇഷ്യൂസും എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ പ്രശ്നം വന്ന പിന്നെ റീജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഒരു പാഷൻ ഉണ്ടാവും. ആ പാഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എടുത്തിട്ട് പോവാം. പകുതി പ്രശ്നം അത്രേ ഉള്ളൂ. നമ്മള് എളുപ്പവഴികളിലൂടെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്.
ശരി, ഇനിയിപ്പോ നമുക്ക് കൂടുതലും അറിയാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവിടെ ഇപ്പൊ ഒരു രാജ്യത്ത് നമ്മൾ ചെന്നു, എങ്ങനെയാണ് ആ രാജ്യത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ഇപ്പൊ നമ്മൾ ഓരോ രാജ്യത്തോട്ട് പോകുമ്പോഴും കൂടുതലും കംപ്ലൈന്റ്സുകളൊക്കെ വരുന്നത് ഇന്ത്യൻസുകളുടെ നിന്നാണ്. ഇപ്പൊ കാനഡയിൽ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതും കൂടുതലും ഇന്ത്യൻസുകളുടെ നിന്നാണ് മിക്കതും വരുന്നത് തന്നെ. അപ്പൊ നമ്മൾ ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ആ രാജ്യത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പലവർക്കും കറക്റ്റ് അറിയില്ല. നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ടാണ് മിക്കരും അവിടെ ചെന്നിട്ട് അവള് ചെയ്യുന്നത് തന്നെ. അപ്പൊ എങ്ങനെയാണ് അവര് നമ്മളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവർ നല്ലോണം ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതായത് ഇപ്പോ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മലയാളികളാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ ഓണത്തിനേക്കാളും വലിയൊരു ആഘോഷം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? കുറെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു നമ്മുടെ ഓണം സെലിബ്രേഷന് വളരെ ചെറുതാക്കി അതിനേക്കാളും വലുതായിട്ട് വേറൊരു സെലിബ്രേഷൻ അന്യ നാട്ടുകാർ വന്ന് ഇവിടെ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും. എന്റെ നാട്ടിലെ ഓണമൊക്കെ പോയി, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, ഓണമൊന്നും അല്ല, ഇപ്പൊ ഇതാണ് ക്യാമ്പ്. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അവരുടെ നാടാണ്, അവരുടെ കൾച്ചർ ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്, എന്റെ നാട്ടിൽ എന്റെ ഒരു കൾച്ചർ ഉണ്ട്. അപ്പൊ ഞാന് ചെറിയൊരു ടൗണാണ്. ഇപ്പൊ എറണാകുളം കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യാൻ എന്റെ ചെറിയ ടൗണിന് പറ്റില്ല. അപ്പൊ എന്റെ ടൗണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കൾച്ചറിലേക്ക് ഞാൻ മാറണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടും. അപ്പൊ അതേപോലെ ഓരോ സ്ഥലത്തിനും ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറുണ്ട്. ഇപ്പൊ നമ്മൾ ചില തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, വളരെ അവർ ഈ ദൈവികമായ കാര്യങ്ങൾക്ക് ഭയങ്കര മൂല്യം കൽപ്പിക്കുന്ന ആൾക്കാരായിരിക്കും. കൃഷി അതിനൊക്കെ ഭയങ്കര ദൈവമായിട്ട് അവിടെ ചെന്ന് അതിനൊരു വിലയിലെത്ത പോലെ നമ്മൾ ഇതിന് എങ്ങനെ ഉണ്ടാവും? നല്ല ഇടിയിടും. അത്രേ ഉള്ളൂ. അപ്പൊ അതേപോലെ നമ്മള് ചെന്ന് അവരുടെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് വരുത്താതിരിക്കുക. ഇപ്പൊ നമ്മള് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ തമാശക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ചില സമയത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പല വീഡിയോസും കാണാറുണ്ട്. നമ്മുടെ ഈ മൊത്തത്തിൽ യൂറോപ്യൻ കൺട്രികളിലെ ആൾക്കാരുടെ കോസ്റ്റ്യൂംസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ഡ്രസ്സ്, സിമ്പിൾ കളേഴ്സ് ആണ്. അപ്പൊ ഞാനൊരു റീല് കണ്ടതാണ്. ആരാണ് ആ റീൽ ഇട്ടേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഒരിക്കൽ റീല് കണ്ട ലണ്ടൻ ബ്രിഡ്ജിന്റെ മേളില് നമ്മുടെ ഇവിടുത്തെ നല്ല ഇങ്ങനെ കണ്ണു പൊട്ടുന്ന കളർ ഫുള്ള് ഷെല്ലൊക്കെ വെച്ച് ലെഹങ്കയൊക്കെ ഇട്ട് ഒരു വെറൈറ്റി ഡ്രസ് ഇട്ടിട്ട് ഒരു റീല്. ഒബ്വിയസ്ലി ഒരു എന്താ പറയുന്നത്, ആ കൂട്ടത്തിൽ ആ ആള് ശ്രദ്ധിക്കപ്പെട്ടു. ഒരു പക്ഷെ ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ആണ്, ആ വ്യക്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇതൊരു ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് സംതർ ഓഫ് അറ്റൻഷൻ. ഇതൊരു പരിധി കൂടുതൽ, ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. പക്ഷെ ചില സമയത്ത് ഇതിന്റെ എക്സ്ട്രീം ലെവലുകളിലേക്ക് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഒരിക്കലും ഒരു രാജ്യം അംഗീകരിക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് ഞാൻ കോയമ്പത്തൂര് പോയി പഠിച്ച ഒരാളാണ്. ചില സമയത്ത് മലയാളികൾക്ക് വീട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിന് മുന്നേ വന്നവരെ ഒപ്പിച്ച് വെച്ച കുറെ കാര്യങ്ങൾ കാരണം മലയാളികൾക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ മുന്നേ ചെന്നോര് നല്ല പേരുണ്ടാക്കി വെച്ച കാരണം ബുദ്ധിമുട്ടുള്ളായിരുന്നു. അതായത് നമ്മൾ പരമാവധി നമ്മുടെ ഒരു ലിമിറ്റ്സിന്റെ ഉള്ളിൽ, നമ്മൾ വേറൊരു കൺട്രിയാണ്, നമ്മളൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്താണ് ചെയ്യുക? ആ ബന്ധുവിന്റെ പ്രൈവസി കളയാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന ആ ബന്ധുവിനായിട്ട് വേറെ ബുദ്ധിമുട്ടില്ല, അവര് വീട്ടിൽ നിൽക്കാൻ പോയേക്കണേ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ചെല്ലുന്നത് ഒരു അഗതി ആയിട്ടാണ്. നമ്മൾ അവരെ ആതിഥ്യ മര്യാദ കാണിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടേതായ മാനേഴ്സ് അവരെ കൾച്ചറിലും അതേപോലുള്ള ബാക്കി കാര്യങ്ങളിലും ഹേർട്ട് ആവാതെ. ഇപ്പോ പല വലിയ മെട്രോ സിറ്റികൾ, ഇപ്പൊ വലിയ വലിയ കൺട്രികളിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാത്ത ഒരു സാധനമാണ് സൈലൻസ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ മൊത്തം സൈലൻസ് ആണ്. നമ്മൾ അവിടെ പോയി നാലാൾ നിന്ന് ഒരുമിച്ച് നോളിയിട്ട് കഴിഞ്ഞാൽ അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഇറ്റ്സ് എ ഫാക്ട്. അപ്പോ പരമാവധി നമ്മൾ ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും കൾച്ചറൽ കോൺഫ്ലിക്റ്റ് വരുത്താതെ നോക്കുക. പിന്നെ പല വികാരങ്ങളും ഒരു മനുഷ്യന് വിദേശ രാജ്യത്ത് എന്താണ്ടാവും. ബട്ട് വി ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് കോപ്പ് അപ്പ് വിത്ത് ദെയർ കൺട്രി റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് കൾച്ചർ. ഇത് റെസ്പെക്ട് ചെയ്ത് തീരാവുന്ന പ്രശ്നമുള്ളൂ. ഞാൻ UAE ഉണ്ടായിരുന്നതാണ്. അപ്പൊ UAE നമ്മുടെ പള്ളികള്, ക്രിസ്ത്യൻ പള്ളികൾ കുറവാണ്. അവിടെ ഒബ്വിയസ്ലി അതൊരു മുസ്ലിം കൺട്രിയാണ്. പക്ഷെ അത് ചുറ്റും പള്ളികൾ ഉണ്ട് എല്ലാ സ്ഥലത്തും. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പള്ളി പെരുന്നാൾ നടത്തി റോട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ്. അവരെല്ലാറ്റിനും അവസരം തരുന്നുണ്ട്, നമ്മളത് മിസ്യൂസ് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പൊ ഞാൻ ഒരു റിലീജിയസ് ആസ്പെക്ട് ഒരിക്കലും വീട്ടിൽ പറയാത്തതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിൾ എക്സ്പെക്ട് ആണ്. നമുക്ക് വേണ്ട എല്ലാ ഫ്രീഡും എല്ലാ രാജ്യവും തരുന്നുണ്ട്. എസ്പെഷ്യലി UAE എന്ന് പറഞ്ഞ കൺട്രി എല്ലാ വിദേശികളെയും ഒരേപോലെ ബഹുമാനിക്കുന്ന ഒരു കൺട്രിയാണ്. ഈക്വൽ പ്രയോറിറ്റി ആണ്. അതിപ്പോ ഒരു
അറബിക്ക് കിട്ടുന്ന അതേ പ്രയോറിറ്റി പോലീസും നമുക്കും തരും. ഓക്കെ. നമുക്കും നമ്മുടേതായ ഫ്രീഡം ഉണ്ട് എല്ലാവരും. പക്ഷെ നമ്മൾ അവരുടെ തലയിൽ കയറാൻ പോയി കഴിഞ്ഞാൽ അതേപോലെ അത് റൂൾ വൈലേഷൻ. ഇത്ര തന്നെ ഇതിലുള്ളൂ. ഇതിലൊരു റിലീജിയസ് മാത്രമല്ല, ഇപ്പോ കൾച്ചറൽ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. പ്രശ്നം തീർന്നു. ഓക്കെ, താങ്ക് യു സർ. ഇത്രയും നേരം നമ്മളോട് നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി ഓരോ സ്റ്റുഡൻസും നോക്കുക നിങ്ങളുടെ നല്ലൊരു ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ കറക്റ്റ് പോയിന്റിൽ, അതിപ്പോ നിങ്ങൾ എവിടെ പോയാണെങ്കിലും നല്ല കറക്റ്റ് ഗൈഡൻസോടെ അത് ക്ലിയർ ചെയ്തെടുക്കുക. താങ്ക് യു സർ. താങ്ക് യു.